ഹലോ എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് സൂപ്പർ മാർക്കറ്റ് സിമുലേറ്ററിൻ്റെ ഒരു വീഡിയോ ആയിട്ട് നമ്മളിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. നമ്മൾ സ്റ്റോറൊക്കെ നിറച്ച് ഫില്ലാക്കി വെച്ചിരുന്നു. പിന്നെ അതൊക്കെ വിറ്റ് കാര്യമാക്കി വെച്ചാണ്. അപ്പോൾ അതായത് നമ്മൾ കുറേ പ്രൊഡക്ട്സുകൾസും കാര്യങ്ങളൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ വീഡിയോകളെല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടിട്ട് ബെല്ലിലേക്ക് അടിച്ചു വിടുക. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതായത് നമുക്ക് ആദ്യം തന്നെ നമ്മളെ ഈ ഡബ്ബകളൊക്കെ തുറച്ചങ്ങാണ്ട് ഇതുകൂടെയൊക്കെ വെക്കണം. പിന്നെ നമുക്ക് ലൈസൻസ് ഒക്കെ എടുക്കാണ്ട് ഗൈസ്. ഇപ്പോൾ വെറും നമ്മളെ കയ്യിൽ $1 ഉള്ളൂ ഗൈസ്. $1. ഈ $1 കുറച്ചും പാടി കൂട്ടി പൈസ ഉണ്ടാക്കണം ഗൈസ്. നമുക്ക് എന്തായാലും ഈ സാധനങ്ങളൊക്കെ ഇവിടെ കൂട്ടി വെക്കാം ഗൈസ്. എന്തായാലും ചായപ്പൊടി കിട്ടിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇത് വെക്കാൻ പറ്റില്ല ഗൈസ്. എന്തായാലും വെച്ചിട്ട് ഞാൻ ഇടാം. ഓക്കെ ഗൈസ്, ഞാൻ ഇതൊക്കെ ഒന്ന് ഫില്ലാക്കി ഇതിൽ വെക്കട്ടെ ഗൈസ്. ഓക്കെ, നമ്മളിതപ്പോൾ ഫില്ലാക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. നമുക്ക് നമ്മുടെ സ്റ്റോർ തുറക്കാം ഗൈസ്. അതിന് മുമ്പ് ഗൈസ് നമുക്ക് കുറച്ച് ലൈസൻസ് ഒക്കെ എടുക്കാണ്ട് ഗൈസ്. നമ്മളെ ഇതിൻ്റെ ലൈസൻസൊക്കെ നമുക്ക് എടുക്കണം ഗൈസ്. അതിനിപ്പോൾ നമ്മളെ ക്യാഷ് ഇല്ല ഗൈസ്. നമുക്ക് ലൈസൻസ് ഒക്കെ എടുക്കണം ഗൈസ്. പിന്നെ പ്രൊഡക്റ്റും കൂട്ടണം ഗൈസ്. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് ഗൈസ്. പിന്നെ നമുക്കുണ്ടല്ലോ, നമുക്ക് ഫ്രിഡ്ജൊക്കെ വാങ്ങണം. എന്തായാലും നമുക്ക് കട ഓപ്പൺ ചെയ്യാം. ഓക്കെ, നമുക്കെല്ലാവരും ഇവിടെ നാല് കൂട്ടാം ഗൈസ്. ആൾക്കാർക്ക് ഇനി വരട്ടെ. എന്താ ആൾക്കാരൊന്നും ഇല്ലല്ലോ ഗൈസ്. നമുക്ക് ഇതെന്താ ആള് വന്നിട്ടുണ്ട് ഗൈസ്. എന്തായാലും നമുക്കിത് ബില്ലാക്കി ആ ചങ്ങായിട്ട് വിടാം ഗൈസ്. 4 1. ഓക്കെ, നെക്സ്റ്റ് $15.29 അല്ലേ? എന്താ 26 അല്ലേ? 9. ഓക്കെ, വേഗം നെക്സ്റ്റ്. എന്താ ആരും ഇല്ലേ? കറിയൊന്നും ആരും വരുന്നില്ല. നമുക്ക് ഫ്രിഡ്ജൊക്കെ വാങ്ങി ക്യാഷ് ഉണ്ടാക്കുന്നത്. ഇങ്ങനെ പോയാൽ നമുക്ക് ഫ്രിഡ്ജൊന്നും വാങ്ങാൻ പറ്റില്ല എനിക്ക് തോന്നുന്നില്ല ഗൈസ്. എന്തായാലും നമുക്കൊന്ന് ശ്രമിച്ചൊക്കെ ഗൈസ്. 9 4 നെക്സ്റ്റ്. ഓക്കെ, ബില്ലാക്ക് എത്ര? 20 10 35.16. ഓക്കെ, പോകാം. അപ്പം നമ്മളെ കയ്യിൽ ഈ $76 ഉണ്ട് ഗൈസ്. നമുക്ക് എന്തായാലും ഇനി കൂട്ടാൻ ഇഷ്ടം പോലെ ആക്കണം. നമുക്ക് റിച്ചാണ് ഗൈസ്. അതാണ് നമ്മളെ ആഗ്രഹം ഗൈസ്. നമ്മൾ റിച്ചാവും. എന്താണ് സംഭവം? പടച്ചോ, ഞാൻ എത്ര എടുത്തിട്ട് നോക്ക് ഗൈസ്. 7.47 പോക്കാം. ഇതെന്താണ്? എന്തൊരു കഷ്ടം കൊണ്ട് ഞാൻ ഇയാളൊന്നും ഇടട്ടെ. കയ ഇട്ടിട്ടുണ്ട്. ഇത് എത്ര കാപ്പിപ്പൊടിയാ താങ്കൾ ഇട്ടിക്കണേ? ഈ പൈസ എനിക്ക് എന്തൊരു കണക്കാണ് അറിയോ? ഓക്കെ, 1 2 3 4 പൊക്ക. നെക്സ്റ്റ് മൈദപ്പൊടി 11.7 പൊക്ക. നെക്സ്റ്റ് അത്രയും കൺഫ്യൂഷൻ ആയി. നെക്സ്റ്റ് ക്യാഷാണോ? ക്യാഷ് മൊത്തത്തിൽ എത്ര ആയി? 55 അല്ലേ? ഓക്കെ, പൊക്കാം. അല്ല, പോകാനായിട്ടില്ല. ഓക്കെ സെറ്റ് പോകാം. നെക്സ്റ്റ് $15. ഓക്കെ, 15.32 ഗൈസ്. അപ്പം അയാളെയും വിട്ടുന്നുണ്ട് ഗൈസ്. നമുക്ക് എന്തെങ്കിലും ബുക്ക് ചെയ്യണം ഗൈസ്. ബുക്ക് ചെയ്യാൻ നമ്മളെ കയ്യിൽ പൈസ ഇല്ല ഗൈസ്. നമുക്ക് എന്തായാലും എത്ര? 2.99 പൊക്കാം. നെക്സ്റ്റ് ഇപ്പം എന്താ കാട്ടുക? 4 6 57 പൊക്കാം. നെക്സ്റ്റ് ഇഷ്ടംപോലെ സാധനങ്ങൾ എടുത്തുകൊണ്ട് ആൾക്കാർ. നമുക്കൊരു ഷെൽഫ് വാങ്ങണം ഗൈസ്. ഷെൽഫ് വാങ്ങിയും കുറച്ചും പാടും പൈസ മതി ഗൈസ്. പിന്നെ നമ്മൾ ഫ്രിഡ്ജ് വാങ്ങണം ഗൈസ്. അതാണ് നമ്മുടെ ഇന്നത്തെ ലക്ഷ്യം. ഫ്രിഡ്ജ് വാങ്ങണം ഗൈസ്. അതാണ് നമ്മൾ ഇന്നത്തെ ഇമ്പോർട്ടൻറ്റ് കാര്യം ഗൈസ്. പിന്നെ നമ്മൾ എങ്ങനെയെങ്കിലും ഫ്രിഡ്ജ് വാങ്ങണം ഗൈസ്. ഓക്കെ, പോകാം. നെക്സ്റ്റ് ആറോ കൈ പിടിച്ച് കടയിൽ 2 10 പോകാം. തരൂ കൈക്കോലു 1 ഓക്കെ. ഇത്
ഇപ്പം എന്താ കേട്ടോ 91 5 1 2 3 ഓക്കെ വെക്കാം. ഓ ഗൈസ് തരൂ 10 7 1 പൊക്കാം. 6.01 പൊക്കാം. സാധനങ്ങൾ കഴിഞ്ഞോ? ഇല്ല, കുറച്ചും പാടി ഐറ്റംസ് ഉണ്ട് നമ്മൾ ഇവിടെ തരും. ഓ ഗൈസ് നമ്മളിപ്പോൾ $300 കെട്ടാൻ പോകാട്ടോ ഗൈസ്. നമ്മൾ $300 ആയിട്ടുണ്ട്. ആൾക്കാർ വാങ്ങിക്കൊണ്ടുപോകും നല്ല രീതിക്ക്. നമുക്ക് ഇനി കട അപ്ഗ്രേഡ് ചെയ്യണം ഗൈസ്. ആകെ ഒരു ഷെൽഫാണ് ഗൈസ്. നമുക്കൊരു ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ വാങ്ങണം ഗൈസ്. അതിന് നമുക്ക് പൈസ വേണം ഗൈസ്. ഇപ്പം ഇന്നത്തെ ലക്ഷ്യം നമുക്ക് ഫ്രിഡ്ജ് വാങ്ങണം. ഫ്രിഡ്ജ് ഇമ്പോർട്ടൻറ്റ് സാധനമാണ്. ഫ്രിഡ്ജാണ് ഇപ്പോൾ വേണ്ടത് ഗൈസ്. ഫ്രിഡ്ജില്ലാതെ നമുക്ക് ഇതാക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഫ്രിഡ്ജ് വേണം നമുക്ക് എന്തായാലും. അല്ലെങ്കിൽ നമ്മൾ സാധനങ്ങളൊന്ന് വെക്കാൻ ഫ്രിഡ്ജ് ഉണ്ടാവില്ല. 60 വെക്കാം. നെക്സ്റ്റ് നമ്മൾ 300ലേക്ക് എത്താൻ പറ്റും. ഇതും പറഞ്ഞ് കഴിഞ്ഞാൽ 300 ആവുന്നൊക്കെ തോന്നുന്നത്. 300 ആയി മതി. അപ്പോൾ 6.6 $102. ഓക്കെ, നമുക്കെന്തായാലും ഇതും ഇവനും പാടി ഇട്ടിട്ട് നമുക്ക് കട ക്ലോസ് ചെയ്യാം ഗൈസ്. അതാണ് നല്ലത്. ഞാൻ കട ക്ലോസ് ചെയ്തു. രാത്രിയായി കഴിക്കുമ്പോൾ കാര്യമില്ല. എല്ലാ സാധനങ്ങളും തോന്നുന്നു കഴിച്ചു. ആകെ ഒരു ജ്യൂസ് മാത്രമേ അത് വിറ്റോണ്ട് 12 1 2 പൊക്ക. നെക്സ്റ്റ് നിങ്ങൾ എത്ര എഴുതണം? $115 നമുക്ക് എന്തായാലും സാധനം എന്താ വാങ്ങേണ്ടത് വെച്ചാൽ നമ്മൾ ഫ്രിഡ്ജാണ് വാങ്ങാൻ പോകണം ഗൈസ്. ഫ്രിഡ്ജ് എടുക്കാം ഗൈസ്. അതാണ് നമ്മളെ ഫ്രിഡ്ജ് ഗൈസ്. ഓർഡർ ചെയ്യും. ബൈ ഗൈസ്. നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് ഗൈസ്. എപ്പോൾ വരുന്നൊരു പൊരുത്തൂല ഗൈസ്. വന്നാൽ മതി ഗൈസ്. അപ്പം നമുക്ക് ഉണ്ടല്ലോ ഫ്രിഡ്ജിലും ഇതിലൊക്കെ വെക്കേണ്ട ഐറ്റംസ് വാങ്ങാണ്ട് ഗൈസ്. നമുക്ക് അതും പാടി വാങ്ങാം. ഓ നല്ല വില ആയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ക്യാൻസൽ. മൈദപ്പൊടി ഇതും പിന്നെ ഫ്രിഡ്ജിലൊക്കെ ഒരു മിൽക്ക്, ഒരു വെക്ക്, പിന്നെ എന്താ സാധനം ഗൈസ്. മുട്ട വേണം. മുട്ട എടുക്കാൻ പറ്റില്ല. മുട്ട എടുക്കാൻ നല്ല പൈസ ഉണ്ട് ഗൈസ്. നമുക്കൊരു ഇതും പിന്നെ ഒരു ജ്യൂസ്. 10.50 ഗൈസ്. ക്യാൻസൽ ചെയ്യും ഇത്. ഓക്കെ, പിന്നെ ഒരു മിൽക്കും ഒരു ഇതും. ഇത്രയുള്ള പൈസ ഗൈസ്. നമ്മുടെ കയ്യിൽ പൈസ ഇതായിട്ട് നെക്സ്റ്റ് ഡേ ഗൈസ് നമുക്ക് എന്തായാലും സാധനങ്ങളൊന്നും വരട്ടെ ഗൈസ്. നമ്മൾ ഫ്രിഡ്ജ് വന്നിട്ടുണ്ട് ഗൈസ്. നമുക്ക് എന്തായാലും ഫ്രിഡ്ജ് നമുക്ക് എടുക്കാം. ഓക്കെ, എടുക്കട്ടെ. ഒയ്യോ ഗൈസ്, ഇതാണ് നമ്മുടെ ഫ്രിഡ്ജ് ഗൈസ്. നമ്മൾ ഇതിലാണ് സാധനങ്ങളൊക്കെ ഇതെന്തൊരു കഷ്ടം. ഫ്രിഡ്ജ് നമുക്ക് ഇവിടെ വെക്കാം ഗൈസ്. ഈ മൂലക്കൊക്കെ അയ്യോ തിരിഞ്ഞു പോയി നമ്മളെ ഫ്രിഡ്ജ് ഗൈസ്. ഞാൻ ഫ്രിഡ്ജൊന്ന് നേരെ വെക്കാൻ ഉദ്ദേശിച്ചതാണ് ഗൈസ്. റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ, ഗൈസ് അങ്ങനെ നമ്മളിത് ഇവിടെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഗൈസ്. ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ ഗൈസ്. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഫ്രിഡ്ജ് ആയിട്ടുണ്ടായി ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ബൈ. ഇത് കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് 2 ഫ്രിഡ്ജും ഒരു ഫ്രീസറൊക്കെ വാങ്ങാം ഗൈസ്. അപ്പോൾ ഞാൻ അടുത്ത നാളേക്ക് എല്ലാവർക്കും ബൈ.